ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഗുരുവായൂരിൽ സന്ദർശനം നടത്തി. കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും മൂലം രാവിലെ 8:40 ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ട ഹെലികോപ്റ്റർ ഉച്ചയ്ക്ക് 1:15 ഇറങ്ങിയത്. രാവിലെ എത്തിയ ഹെലികോപ്റ്റർ ചുറ്റും വട്ടമിട്ട് പറന്നെങ്കിലും ലാൻഡ് ചെയ്യാൻ കഴിയാത്തതിനെ തുടർന്ന് തിരിച്ചുപോയി. പിന്നീട് കൊച്ചിയിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് ഉപരാഷ്ട്രപതി ഗുരുവായൂരിൽ സന്ദർശനം നടത്തിയത്. ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ ഭാര്യ ഡോക്ടർ സുധേഷ് ധൻകറിനൊപ്പം എത്തിയ ഉപരാഷ്ട്രപതിയെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, അഡീഷണൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ബിനു സി, മുരളി പെരുന്നെല്ലി MLA, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് റോഡ് മാർഗം തെക്കേനടയിലെ ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തി. NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ N കൃഷ്ണദാസ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ബോർഡ് മെമ്പർമാരായ മനോജ് B നായർ, C മനോജ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഡോക്ടർ VK വിജയൻ ഉപരാഷ്ട്രപതിയെ ഷോൾ അണിയിച്ചു. തുടർന്ന് അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ഉപരാഷ്ട്രപതി തെക്കേനടയിലൂടെ ക്ഷേത്ര ദർശനത്തിനെത്തി. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ ദർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി വിവാഹം, ചോറൂൺ എന്നിവയ്ക്കും നിയന്ത്രണമുണ്ടായിരുന്നു. ഉപരാഷ്ട്രപതിയുടെ ക്ഷേത്ര സന്ദർശനത്തെ തുടർന്ന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിക്ക് മാർഗതടസ്സം നേരിട്ടു. സന്ദർശന സമയം മാറ്റിയത് മൂലം സമയത്തിന് വാഹനം ലഭിക്കാതെയായതാണ് വിദ്യാർത്ഥിനിക്ക് വിനയായത്. മുൻകൂട്ടി അറിയിച്ച സമയം മാറ്റേണ്ടി വന്നതുമൂലം നിരവധി ആളുകളുടെ ഗതാഗതം തടസ്സപ്പെട്ടു.